ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷയിൽ വളരെയധികം ചോദിച്ച് കണ്ടുവരുന്ന നവോത്ഥാന നായകന്മാരുടെ കൃതികളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരും അവരുടെ കൃതികളും. ആദ്യം തന്നെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് നോക്കാൻ പോകുന്നത്. ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. അടുത്ത ആള് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതേപോലെ ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം, ജാതിമീമാംസ, കാളി നാടകം, നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം, ജാതിമീമാംസ, കാളി നാടകം, നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം, ജാതിമീമാംസ, കാളി നാടകം, നവമഞ്ജരി. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം, ആനന്ദകുമ്മി, ശിവയോഗ രഹസ്യം, ശ്രീ വിദ്യാപോഷിണി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മോക്ഷപ്രദീപം, ആനന്ദകുമ്മി, ശിവയോഗ രഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മോക്ഷപ്രദീപം, ആനന്ദകുമ്മി, ശിവയോഗ രഹസ്യം, ശ്രീ വിദ്യാപോഷിണി. അടുത്തതായിട്ട് വൈകുണ്ഠസ്വാമികളുടെയാണ് അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ. ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട് അമ്മാനെയും അരുൾ നൂലുമാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. അടുത്തത് വാഗ്ഭടാനന്ദൻ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യ, പ്രാർത്ഥനാ മഞ്ജരി, അഭിനവ കേരളം മാസിക, ആത്മവിദ്യ കാഹളം മാസിക, യജമാനൻ മാസിക. വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളും ഒക്കെയാണ് ആത്മവിദ്യ, പ്രാർത്ഥനാ മഞ്ജലി, അഭിനവ കേരളം മാസിക, ആത്മവിദ്യ കാഹളം മാസിക, യജമാനൻ മാസിക. വാഗ്ഭടാനന്ദൻ. അടുത്തത് പണ്ഡിറ്റ് കർപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ജാതിക്കുമ്മിയും, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്ത്രോത്രമന്ദാരം, സംഗീത നൗഷാദം, കാളിയ മർദ്ദനം. പണ്ഡിറ്റ് കർപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്തോത്രമന്ദാരം, സംഗീത നൗഷാദം, കാളിയ മർദ്ദനം. പണ്ഡിറ്റ് കർപ്പന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്തോത്രമന്ദാരം, സംഗീത നൗഷാദം, കാളിയ മർദ്ദനം. അടുത്തത് VT ഭട്ടതിരിപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ, അദ്ദേഹത്തിന്റെ ആത്മകഥ, നാടകം എന്നിവയൊക്കെ നോക്കാം. കണ്ണീരും കിനാവുമാണ് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടിന്റെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതേപോലെ രജനി രംഗം, കർമ്മവിഭാഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും. ഒന്നുകൂടെ നോക്കാം. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട ആത്മകഥ, ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, രജനി രംഗം, കർമ്മവിഭാഗം,
സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്നിവയെല്ലാം VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കണ്ണീരും കിനാവും ആത്മകഥ, അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് നാടകമാണ്, രജനീരംഗം, കർമ്മവിഭാഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്നിവയെല്ലാം VTയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്തത് AK ഗോപാലൻ. എൻ്റെ ജീവിത കഥയാണ് AK ഗോപാലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥ. AK ഗോപാലന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ എന്നിവയെല്ലാം AK ഗോപാലന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. എൻ്റെ ജീവിത കഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ എന്നിവയാണ് AKGയുടെ പ്രധാനപ്പെട്ട കൃതികൾ. എൻ്റെ ജീവിത കഥ ആത്മകഥ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലിയും ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ AK ഗോപാലന്റെ കൃതികളാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി വളരെ ചുരുക്കം തിരഞ്ഞെടുത്ത കുറച്ച് പേരുടെ മാത്രം അവരുടെ കൃതികളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സൊക്കെ എന്നെ കമന്റ് മുഖേന രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.